ഹായ്, എൻ്റെ പേര് അജു പേസ്. കഴിഞ്ഞ 2 വീഡിയോയിൽ നമ്മൾ ബേസിക്സ് ഓഫ് ബാങ്കിങ് അതുപോലെ തന്നെ ഡെപ്പോസിറ്റ്സിനെ കുറിച്ച് പഠിച്ചു. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് അഡ്വാൻസിനെ കുറിച്ചാണ്. ബാങ്കിൻ്റെ മെയിൻ പ്രോഫിറ്റ് വരുന്നത് അഡ്വാൻസിന് കിട്ടുന്ന ഇൻട്രസ്റ്റിൽ നിന്നാണ്. അത് ഞാൻ മുന്നത്തെ വീഡിയോസിൽ പറഞ്ഞതാണ്. അപ്പോൾ അഡ്വാൻസുകൾ അല്ലെങ്കിൽ അഡ്വാൻസിന് വേറൊരു പേര് ക്രെഡിറ്റ് അല്ലെങ്കിൽ ലോൺസ്. ഇത് മൂന്നും അഡ്വാൻസ് തന്നെയാണ്. അഡ്വാൻസിന് പറയുന്ന വെവ്വേറെ പേരുകളാണ്. അഡ്വാൻസിന് നമുക്ക് 3 തരമായിട്ട് ഡിവൈഡ് ചെയ്യാനായിട്ട് പറ്റും. ഒന്ന് ടേം ലോൺസ്, സെക്കൻഡ് വൺ ക്യാഷ് ക്രെഡിറ്റ്, തേർഡ് വൺ ഓവർ ഡ്രാഫ്റ്റ്. ടേം ലോൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോർ എക്സാമ്പിൾ ഹൗസിംഗ് ലോൺ, കാർ ലോൺ, പേഴ്സണൽ ലോൺ, ഗോൾഡ് ലോൺ, 2-വീലർ ലോൺ, എക്സെട്ര. ഇത്രയും വേറെയും അനവധി ലോണുകളുണ്ട്. ഇതെല്ലാം ടേം ലോൺ ആണ്. ഇതെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഫിക്സഡ് എമൗണ്ട് അതിന് ഒരു റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഉണ്ടായിരിക്കും. ഫോർ എക്സാമ്പിൾ 8%, 9% സംതിങ്. ഒരു ഫിക്സഡ് പീരീഡിലേക്കാണ് ഈ ലോൺ കൊടുക്കുക, ഫോർ എ ഫിക്സഡ് പീരീഡ്. അപ്പോൾ അതിന് കണക്കാക്കിയിട്ട് ഒരു EMI ഉണ്ടായിരിക്കും. EMI, ഇക്വേറ്റഡ് മന്ത്ലി ഇൻസ്റ്റാൾമെൻറ്റ്. ഒരു എക്സാമ്പിൾ എടുക്കുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 10 lakhs ഹൗസിംഗ് ലോൺ വീട് പണിയാൻ വേണ്ടി നമ്മളൊരു 10 yearsന് കൊടുത്തു. 10 years 8% ഇൻട്രസ്റ്റ്, ഫോർ എക്സാമ്പിൾ 8% 9% ഇൻട്രസ്റ്റ് ഉണ്ടായിരിക്കും. ഇതിനെ കണക്കാക്കിയിട്ട് ഒരു EMIs ഉണ്ടായിരിക്കും. ഒരു EMI, ഇക്വേറ്റഡ് മന്ത്ലി ഇൻസ്റ്റാൾമെൻറ്റ്, മാസം ഒരു ഫോർ എക്സാമ്പിൾ ഒരു 10,000 rupees ഉണ്ടായിരിക്കും. ഈ 10,000 rupees നമ്മൾ 10 years അടയ്ക്കും. 10 years എന്ന് പറഞ്ഞാൽ ഒരു 120, 10 into 12, 120 monthsലേക്ക് നമ്മൾ 10,000 വെച്ച് അടച്ച് ഈ ലോൺ എമൗണ്ട് തീരും. ഇതാണ് ടേം ലോൺസ്. കാർ ലോൺ ആയാലും പേഴ്സണൽ ലോൺ ആയാലും ഒക്കെ അതിൻ്റെ അടവ് വരുന്നത് ഇങ്ങനെയാണ്. ഒരു ഫിക്സഡ് പീരീഡിലേക്ക് നമ്മൾ ഇൻട്രസ്റ്റ് റേറ്റ് വെച്ച് EMI ഫിക്സ് ചെയ്യും. അടുത്തതായിട്ട് ക്യാഷ് ക്രെഡിറ്റ് ലോൺസ്. ക്യാഷ് ക്രെഡിറ്റ് ലോൺസ് 2 തരമുണ്ട്. ഒന്ന് KCC, പിന്നെ ബിസിനസ് ക്യാഷ് ക്രെഡിറ്റ്. KCC നമ്മൾക്ക് കേട്ടിട്ടുണ്ടായിരിക്കും, കിസാൻ ക്രെഡിറ്റ് കാർഡ്. ഇത് അഗ്രികൾച്ചറൽ ലോണാണ്. 5 yearsനാണ് നോർമലി നമ്മൾ കൊടുക്കാറ് ബാങ്ക്. അടുത്തത് ബിസിനസ് CC, നോർമലി 2 years ആണ് കൊടുക്കുക. 2 years ബിസിനസ് ആവശ്യങ്ങൾക്ക് അവരുടെ വർക്കിംഗ് ക്യാപിറ്റലിന് വേണ്ടിയിട്ടാണ് നമ്മൾ ബിസിനസ് CCകൾ കൊടുക്കുക. അതുപോലെ തന്നെ ഓവർഡ്രാഫ്റ്റും ബിസിനസ് ആവശ്യങ്ങൾക്കാണ് കൊടുക്കുക. ബിസിനസ് OD ആയിട്ടാണ് കൊടുക്കുക. 2 years ആണ് ഇതിൻ്റെയും കാലാവധി. 2 years. CC ലോണുകൾ നോർമലി സ്റ്റോക്കിൻ്റെ 75% ആണ് ലോൺ എമൗണ്ട് ഫിക്സ് ചെയ്യാറ്. ഫോർ എക്സാമ്പിൾ ഒരു ഷോപ്പിൽ 10 lakhs സ്റ്റോക്ക് ഉണ്ടെന്ന് വയ്ക്കുക. 10 lakhsൻ്റെ സ്റ്റോക്ക് അറ്റ് പ്രസൻറ്റ് ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് 7.5 lakh വരെ നമുക്ക് CC ആയിട്ട് കൊടുക്കാനായിട്ട് പറ്റും. CC അക്കൗണ്ട്സ് നോർമലി ബാങ്കിന് സ്റ്റോക്ക് ഹൈപ്പോത്തിക്കേഷൻ ചെയ്യാൻ പറ്റുന്ന കേസുകളിലാണ് കൊടുക്കുക. ഫോർ എക്സാമ്പിൾ ടെക്സ്റ്റൈൽ ഷോപ്പ്, സ്റ്റേഷനറി ഷോപ്പ്, ഇലക്ട്രോണിക്സ് ഷോപ്പ്, ഇവിടെയെല്ലാം സ്റ്റോക്ക് ഉണ്ടായിരിക്കും അല്ലേ. ടെക്സ്റ്റൈൽ ഷോപ്പിൽ സാരി, ചുരിദാർ, കുർത്ത അങ്ങനത്തെ മെറ്റീരിയൽസ് ഒരുപാട് ഉണ്ടായിരിക്കും. സ്റ്റേഷനറി ഷോപ്പിൽ സ്റ്റേഷനറി ഐറ്റംസ് ഉണ്ടായിരിക്കും. ഇലക്ട്രോണിക്സ് ഷോപ്പിൽ
TV, ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ, AC എല്ലാം ഉണ്ടായിരിക്കും. അപ്പോൾ ഇങ്ങനത്തെ ഒരു CCയിൽ കസ്റ്റമർ ലോൺ അടയ്ക്കാനായിട്ട് ബുദ്ധിമുട്ടുന്നുണ്ടെങ്കിൽ ഈ സ്റ്റോക്ക് ബാങ്കിലേക്ക് ഹൈപ്പോത്തിക്കേഷൻ ചെയ്തിട്ടുണ്ട്. ഈ സ്റ്റോക്ക് ബാങ്കിന് എടുക്കാനായിട്ട് പറ്റും. ഇത് സെയിൽ നടത്തി ആ ലോൺ എമൗണ്ടിലേക്ക് അടയ്ക്കാനായിട്ട് ബാങ്കിന് പറ്റും. അടുത്തത് ഓവർഡ്രാഫ്റ്റ്. ഓവർഡ്രാഫ്റ്റും ബിസിനസ് ആവശ്യങ്ങൾക്കാണ് കൊടുക്കുക. നോർമലി 2 ഇയേഴ്സിന് തന്നെയാണ് കൊടുക്കുക. ഓവർഡ്രാഫ്റ്റിന് ഫോർ എക്സാമ്പിൾ ഹോട്ടൽ അല്ലെങ്കിൽ വെജിറ്റബിൾ ഷോപ്പ്, ഈ കേസുകളിൽ സ്റ്റോക്ക് ഇവിടെ ഉണ്ടാവും. ഹോട്ടലിൽ സ്റ്റോക്കൊക്കെ ഉണ്ടാവും അല്ലേ? ചിക്കൻ ബിരിയാണി ഉണ്ടാവും, ബീഫ് ബിരിയാണി ഉണ്ടാവും, മസാല ദോശ ഉണ്ടാവും. അതുപോലെ വെജിറ്റബിൾ ഷോപ്പിലാണെങ്കിൽ എന്തുണ്ടാവും? ടൊമാറ്റോ, ഓണിയൻ, അങ്ങനെ ഒരുപാട് ബ്രിഞ്ചാൾ, അത് ഇതൊക്കെ ഉണ്ടാവും. പക്ഷെ എന്താ കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊന്നും നമുക്ക് ബാങ്കിന് സ്റ്റോക്കായിട്ട് എടുക്കാനായിട്ട് പറ്റില്ല. പാർട്ടി ലോൺ അടയ്ക്കണില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ചിക്കൻ ബിരിയാണിയും സവോളയും ബ്രിഞ്ചാളൊക്കെ കൊണ്ടുപോകാനായിട്ട് ബാങ്കിന് പറ്റില്ല. അത് കേടായി പോകും, നാശമായി പോകും. അപ്പം അങ്ങനത്തെ കേസുകളിൽ നമ്മൾ ഓടിയാണ് കൊടുക്കുക, ഓവർ ഡ്രാഫ്റ്റ് ആണ് കൊടുക്കുക. അപ്പം എങ്ങനെ നമ്മൾ ഈ ലോൺ എമൗണ്ട് ഫിക്സ് ചെയ്യും? ഇവരുടെ ബാലൻസ് ഷീറ്റ്, BS ബാലൻസ് ഷീറ്റും P&L എടുത്ത് അതിലെ സെയിൽസ് ടേൺ ഓവർ നോക്കി നമ്മൾ ലോൺ എമൗണ്ട് ഫിക്സ് ചെയ്യും. അതാണ് ഓവർ ഡ്രാഫ്റ്റിൽ. ഓൾമോസ്റ്റ് ക്യാഷ് ക്രെഡിറ്റിലും ഓവർ ഡ്രാഫ്റ്റിലും ഓപ്പറേഷനൊക്കെ സെയിം തന്നെയാണ്. 2 ഇയേഴ്സിനെയാണ് കൊടുക്കുക. ഇത് സ്റ്റോക്കിനെ വെച്ചാണ് കൊടുക്കുക. ഇത് ടേൺ ഓവറിനെ വെച്ചിട്ടാണ് ഓവർ ഡ്രാഫ്റ്റ് കൊടുക്കുക. അടുത്തതായിട്ട് ഈ ക്യാഷ് ക്രെഡിറ്റും ഓവർ ഡ്രാഫ്റ്റും എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, അതിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഈ 2 കേസും ഞാൻ പറഞ്ഞു. KCC മാത്രം 5 ഇയേഴ്സിന്, ബാക്കി ക്യാഷ് ക്രെഡിറ്റ് ബിസിനസ് ആവശ്യത്തിനും ഓവർ ഡ്രാഫ്റ്റ് ബിസിനസ് ആവശ്യത്തിനും കൊടുക്കുന്നത് 2 ഇയേഴ്സിനായിരിക്കും. അപ്പോൾ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു ലോൺ എമൗണ്ട് ഫിക്സ് ചെയ്യും. 2 കേസിലും, CCയിലായാലും ODയിലായാലും നമ്മൾ ഒരു ലോൺ എമൗണ്ട് ഫിക്സ് ചെയ്യും. റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഉണ്ടായിരിക്കും. ഇപ്പോൾ ഒരു എക്സാമ്പിൾ 10 lakhs. നമ്മൾ ഈ 10 lakhs ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ പാർട്ടിക്ക് ബിസിനസ് ആവശ്യമാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 ഇയേഴ്സിലേക്ക് ഈ 10 lakhsന്റെ ഉള്ളിൽ ആ ലോൺ അക്കൗണ്ട് നിലനിർത്തി പോകണം. അതിൻ്റെ മേലേക്ക് വരാനായിട്ട് പാടില്ല. അതിൻ്റെ ഉള്ളിൽ വരുന്ന ഇൻട്രസ്റ്റ് എല്ലാം പാർട്ടി സെർവ് ചെയ്തുകൊണ്ടിരിക്കണം. ഇപ്പോൾ ഒരാവശ്യം വന്നു, 10 lakhs ലോൺ എമൗണ്ട് പാസ്സാക്കി, പാർട്ടിക്ക് വേണമെങ്കിൽ വിഡ്രോവൽ 10 lakhs എടുക്കാം. 10 lakhs എടുത്തു. അടുത്ത ദിവസം അതിന് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഫോർ എക്സാമ്പിൾ 8% എന്ന് വെച്ചാൽ 8% ഇൻട്രസ്റ്റിൽ ഇതുമ്മ ഇൻട്രസ്റ്റ് ചാർജ് ചെയ്യും. ഇനി ഇപ്പോൾ അവർ എന്തെങ്കിലും ഒരു സെയിലൊക്കെ നടന്നു, ഒരു 1 lakh rupee കിട്ടി, സെയിലെല്ലാം നടന്ന് ഒരു 1 lakh rupee കിട്ടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഇതിൽ കൊണ്ട് ക്രെഡിറ്റ് ചെയ്യാം. 1 lakh rupee ക്രെഡിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 9 lakhs ആയി. അപ്പോൾ അടുത്ത ദിവസം 8% വെച്ച് ഈ 9 lakhs ഇൻട്രസ്റ്റ് ചാർജ് ചെയ്യുക. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അതിനുശേഷം ഇവർക്കിപ്പോൾ ഒരു 50,000 ആവശ്യമുണ്ട്. 50,000 പെട്ടെന്ന് എന്തോ ഒരു പാർട്ടിക്ക് പൈസ കൊടുക്കാനുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ആ 50,000 വിഡ്രോ ചെയ്തു. കാരണം ഇപ്പോൾ ബാലൻസ് 9 lakhs ആണ്. 10 lakhs വരെ ഇവർക്ക് ലിമിറ്റ് ഉണ്ട്. അപ്പോൾ 50,000 വിഡ്രോ ചെയ്ത് കഴിയുമ്പോൾ 9.5 lakh ആയി. ഈ 9.5 lakh 8% വെച്ച് ഇൻട്രസ്റ്റ് ചാർജ് ചെയ്യും. ഓവറോൾ ഈ 10 lakhsന്റെ ലിമിറ്റിനുള്ളിൽ പാർട്ടി ലോണ് നിലനിർത്തിക്കൊണ്ട് പോകണം. ഔട്ട്സ്റ്റാൻഡിങ് ബാലൻസിന് എപ്പോഴും ഇൻട്രസ്റ്റ് റേറ്റ് ചാർജ് ചെയ്തുകൊണ്ടിരിക്കും.